ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പിങ്കി ഇങ്ങനെ പറയും, എനിക്ക് മാത്രം ആഘോഷപ്പെട്ടതാണ് ഗൗതം. ഈ ലോകം മുഴുവൻ പറഞ്ഞാലും ഗൗതം നന്ദയും ഒന്നിക്കേണ്ടത് എന്ന് പറഞ്ഞാലും അത് ഞാൻ സമ്മതിക്കില്ല. ഞാനും ഗൗതമാണ് ഒന്നിക്കേണ്ടത്. അതിന് അരുൺ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് പിങ്കി പോവും. അപ്പോൾ അരുൺ ഇങ്ങനെ ആലോചിക്കും, ഇത് ഭ്രാന്തല്ല, വേറെ എന്തോ ഒരു രോഗമാണ് എന്നൊക്കെ ഇങ്ങനെ ഇരിക്കും. പിന്നെ കാണിക്കുന്നത് നന്ദയും ഗൗതമാണ്. നന്ദ ഗൗതമിന് ഓറഞ്ച് ഇങ്ങനെ കൊടുക്കുമായിരിക്കും. എന്നിട്ട് രണ്ടാളിങ്ങനെ പരസ്പരം നോക്കുമ്പോൾ ഗൗതം ചോദിക്കും, എന്താ എൻ്റെ ഈ സുന്ദരമായ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ നന്ദ ഇങ്ങനെ ചിരിക്കും. അപ്പോൾ ഗൗതം എന്താ ചിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ നന്ദ പറയും, ഓ ഇതാണോ സുന്ദരമായ മുഖം, അതൊക്കെ എൻ്റെ ഒപ്പം പഠിച്ച അരവിന്ദ് എൻ്റെ കൂടെ പിടിച്ച നോക്കിയിരുന്നു പോയി, ശരിക്കും കണ്ടാലും നമ്മുടെ സിനിമാ നടൻ അരവിന്ദ് സ്വാമിയെ പോലെ ഉണ്ടാവുന്നു അങ്ങനെ പറയും. അപ്പോൾ ഗൗതം പറയും, ഓ എന്നാൽ പിന്നെ അവനെ അങ്ങോട്ട് കെട്ടായിരുന്നില്ലേ, എന്തിനാ എന്നെ കെട്ടിയെന്ന് ചോദിക്കും. അപ്പോൾ നന്ദ പറയും, അതെങ്ങനെ, അതിനു മുമ്പേ എൻ്റെ അച്ഛൻ വാക്ക് കൊടുത്ത് പോയില്ലേ, ഇല്ലെങ്കിൽ ഒന്ന് കെട്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ നന്ദ പറയും, എൻ്റെ ഗൗതം സാറിൻ്റെ സുന്ദരമായ മുഖേ അതങ്ങ് മനസ്സിലാണ്, ഗൗതം സാറിൻ്റെ ഹൃദയത്തിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം ചോദിക്കും, അങ്ങനെ തോന്നാൻ ഞാനെന്ന കാന്തത്തിൻ്റെ പുറകിലാണോ നീ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, അതിന് ഞാൻ ഇരുമ്പല്ലല്ലോ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിക്കും. അപ്പോഴാവും നമ്മുടെ അരുൺ അങ്ങോട്ടേക്ക് കയറി, അയ്യോ സോറി സോറി പറയും. അപ്പോൾ ഗൗതം പറയും, നിൽക്കടാ പറയും. അപ്പോൾ അരുൺ പറയും, ഞാനേ മുറി മാറിപ്പോയെന്ന് കരുതി, നിങ്ങൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇത് ആശുപത്രിയിലെ ഏതോ ഹണിമൂൺ കോട്ടേജ് ആണെന്ന് കരുതി പറയും. അപ്പോൾ ഗൗതം, ഈ സമയേ നിനക്ക് മാത്രം ചിരിക്കാനായിട്ട് കോമഡി നീ തന്നെ അടിച്ചു വിടുന്നുണ്ട് എന്ന് പറയും. ആ ജഗന്നാഥൻ ചെറിച്ചിനെ കടയിലിരുത്തി നീ ആ പവിത്രയുടെ കൂടെ ഇരിക്കുക, അതാണ് ഇങ്ങനെ എന്താണ് കോമഡിയൊക്കെ പറയുന്നതെന്ന് പറയും. അപ്പോൾ നന്ദ ഇങ്ങനെ ചിരിക്കും. അപ്പോൾ എന്നിട്ട് നന്ദയ്ക്ക് കൊടുക്കും, ഇതാ നന്ദ നിനക്ക് മാറാനുള്ള ഡ്രസ്സ് പറയും. അപ്പോൾ നന്ദ പറയും, ഓ ഞാൻ ധൃതിയിൽ അതങ്ങ് എടുക്കാൻ മറന്നു എന്ന് പറയും. അപ്പോൾ അരുൺ പറയും, പിന്നെ ഞാൻ വേണമെങ്കിൽ നിൻ്റെ വാടക വീട്ടിൽ പോയിട്ട് നിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇന്നീവേരത്തിലേക്ക് കൊണ്ടുവരാൻ പറയും. അപ്പോൾ നന്ദയ്ക്ക് ആകെ സങ്കടം വരും. അപ്പോൾ അരുൺ പറയും, അല്ല വേണമെങ്കിൽ രാധികേച്ചിയെ കൂടി വീട്ടിലെത്തിക്കാം എന്നൊക്കെ പറയും. എന്തായാലും നിങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഇന്നീവരത്തിലേക്കല്ലേ വരുന്നത്, പിന്നെന്താ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, എന്നാര് പറഞ്ഞു, ഞാൻ ഇന്നീവരത്തിലേക്ക് വരില്ല, ഡിസ്ചാർജ് ചെയ്ത് ഗൗതം സാറ് സ്വന്തം വീട്ടിലേക്കും ഞാൻ എൻ്റെ വാടക വീട്ടിലേക്കും എന്ന് പറയും. ഞാൻ അങ്ങോട്ട് വരുന്നതിലേ എൻ്റെ ആത്മാഭിമാനം എന്നെ ഒട്ടും കുറച്ചിട്ടില്ല, എന്നെ ആട്ടിയിറക്കിയ വീട്ടിലേക്ക് ഞാനില്ല, സോറി ഗൗതം സാർ പറഞ്ഞിട്ട് നന്ദ ഡ്രസ്സ് മാറാൻ പോകും. അപ്പോൾ അരുൺ പറയും, എന്താ ഇത് എന്നൊക്കെ ചോദിക്കും. പിന്നെ കാണിക്കുന്നത് ഇന്നിവരമാണ്. അതിൽ വല്യമ്മ അങ്ങനെ പറയും, മോഹിനി വിളിച്ചപ്പോൾ എൻ്റെ മേലാകെ തരിച്ചു, ഈ വീട്ടിൽ ഇത്രയധികം കോലാഹലം സൃഷ്ടിച്ച അവൾക്ക് എന്ത് ധൈര്യമാ അങ്ങോട്ട് വരാനേ എന്നൊക്കെ പറയും. അപ്പം മോഹിനി പറയും, ഗൗതം മോനെ കാണാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, പിന്നെ ആ ഡോക്ടറെ കൈമണി വെച്ച് അവൾ അങ്ങനെയൊക്കെ കയറിയതാണ്. അപ്പം അച്ഛൻ പറയും, എന്തായാലും ഗൗതത്തെ കണ്ട് അവൾ പോയി, എന്നിട്ട് ഞങ്ങൾ പിങ്കിയെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നേ പറയും. അപ്പോൾ മോഹിനി പറയും, ആ നാണം കെട്ടകൾ ഇനി മണപ്പിച്ച് തിരിച്ചു വരില്ലെന്ന് ആര് കണ്ടു പറയും. അപ്പോൾ ലക്ഷ്മിയും പ്രിയേച്ചിയും ഇങ്ങനെ അങ്ങോട്ടേക്ക് ലക്ഷ്മി പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ, ഈ വീട്ടിലെ ഒരു കുഞ്ഞ് വേദന കൊണ്ട് അവിടെ കിടക്കുന്നു, ഇവിടെ എല്ലാവരും ചേർന്നിട്ട് ആ നന്ദമോളെങ്ങനെ ദുഷിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ സമയം നിങ്ങൾക്കൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു കൂടെ, എന്തിനാ ഇങ്ങനെ എല്ലാവരും കുറ്റം പറയുന്നതെന്നൊക്കെ പറയും. അപ്പോൾ പ്രിയേച്ചി പറയും, പ്രാർത്ഥിക്കുമ്പോൾ പരദൂഷണം വരുന്ന സുഖം കിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പിങ്കി വരുന്നത്. അപ്പോൾ പവിത്ര പറയും, ദേ പിങ്കി ചേച്ചി വരുന്നു പറയും. അപ്പോൾ വല്യമ്മ, മോളെ, അപ്പോൾ അച്ഛന് മോളെ, അപ്പോൾ വല്യമ്മ എന്താ മോളെ ചോദിക്കും. അപ്പോൾ നീ അവിടെ നിന്നില്ലേ ചോദിക്കും. അപ്പോൾ പിങ്കി പറയും, ഒരു പേഷ്യൻറ്റിൻ്റെ കൂടെ 100 പേർ നിൽക്കണ്ടല്ലോ, അവളുണ്ട് കൂടെ, ആ നന്ദ, അവൾ മതിയെന്ന് ഗൗതം പറഞ്ഞു, രണ്ടുപേരും ചേർന്ന് എന്നെ അപമാനിച്ചിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടേ പറയും. അപ്പോൾ മോഹിനി പറയും, നിനക്ക് അവളുടെ ചെവിക്കലി നോക്കിയിട്ട് ഒന്ന് കൊടുക്കാമായിരുന്നില്ലേ, എന്നിട്ട് പുറത്താക്കി കൂടെ പറയും. അപ്പോൾ പിങ്കി പറയും, അപ്പോൾ പ്രിയേച്ചി പറയും, അതെങ്ങനെ, നന്ദയല്ലല്ലോ പുറത്തു പോകാൻ പറഞ്ഞ, ഗൗതമല്ലേ പറഞ്ഞേ പറയും. അപ്പോൾ വല്യമ്മ പറയും, എന്നാലും അവളുടെ ആ മധുരവാക്കിൽ കൂടി അവൻ അവിടുന്ന് ഇവളെ പറഞ്ഞു അയച്ചില്ലേ പെൺകോന്തൻ എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, പെൺകോന്തനല്ല, വിവേകബുദ്ധിയുള്ള ഒരു മനുഷ്യനാ, ഭർത്താവിനെ സ്വന്തം ഭാര്യ തന്നെ നോക്കേണ്ടത്, അല്ലാതെ അനിയൻ്റെ ഭാര്യയല്ല എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കി പറയും, ഞാൻ എൻ്റെ ഇഷ്ടം കൊണ്ടല്ല അവിടെ നിന്നത്, അമ്മായിയും മോഹിനി ചെറിയമ്മയും നിർബന്ധിച്ചിട്ടാണ് എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി ഓ പറയും. എന്നിട്ട് പിങ്കി പറയും, ഗൗതത്തെക്കുറിച്ചുള്ള ആദിയും ആത്മാർത്ഥതയും കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അവിടെ നിന്നത്, എന്നിട്ട് എനിക്ക് കുട്ടിയെ കൂലിയോ അപമാനം മാത്രം, വല്യമ്മായിക്ക് അറിയോ, ഇവള് ഇവിടെ വെച്ച് പറഞ്ഞത് ആ അനാവശ്യം തന്നെ അവൾ ആശുപത്രിയിൽ വെച്ചും പറഞ്ഞത് പറയും.
എന്നാൽ ഗൗതം അവളെ വിലക്കാതെ അവൾക്ക് പ്രോത്സാഹനം നൽകുക ചെയ്തത്. അതാണ് എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചത്. അല്ലെങ്കിലും ഗൗതത്തിന് ആക്സിഡൻറ്റ് പറ്റിയെന്നറിഞ്ഞ നിമിഷം മുതൽ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥനമായി കഴിയുകയല്ലേ. എന്നിട്ടും അവഗണനയൊക്കെ സഹിച്ചിട്ട് എന്തിനാ വല്യമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കരഞ്ഞിട്ടാണ്ട് പോവും. എന്നിട്ട് വല്യമ്മായി പറയും, കണ്ടോ മഹാശര, താങ്ങാനാവാത്ത വിധമാ അവളുടെ മനസ്സ് വേദനിപ്പിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ മോഹിനി പറയും, ഇനി ഡിസ്ചാർജ് ചെയ്ത ഗൗതത്തിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ടെങ്ങാനും കയറി വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ വല്യമ്മ പറയും, ആ പൂതിയെ അവളുടെ മനസ്സിലങ്ങ് ഇരുന്നാൽ മതി. എൻ്റെ കൊക്കിന് ജീവനുള്ള കാലം ഇവിടെ ഞാൻ അവളെ അരിയിട്ട് വാങ്ങിക്കില്ല എന്ന് പറയും. അപ്പം അച്ഛൻ പറയും, ഇപ്പോൾ തന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് അവളെ കഴുത്തിന് പിടിച്ചിട്ട് പുറത്തേക്ക് കളയാൻ പറയും. അപ്പോൾ വല്യമ്മ പറയും, വേണ്ട മഹേശ്വര, ഇപ്പം അവിടെ നിൽക്കണതേ ഒരു നേഴ്സാണെന്നും അറ്റൻഡറാണെന്നും കരുതിയിട്ട് നമുക്കങ്ങ് ക്ഷമിച്ച് കളഞ്ഞേക്കാം. അവളത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ, അവളുടെ കാര്യത്തിൽ അവസാനമായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം എന്നൊക്കെ പറയും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ മെഡിസിൻ എടുക്കുന്ന നന്ദ. അപ്പോൾ ഗൗതത്തിനോട് പറയും ഗൗതം പറയും, നീ പറ, ഇന്നിവരത്തിലേക്ക് വരുന്നോ ചോദിക്കും. അപ്പോൾ നന്ദ പറയും, സാർ ആ കാര്യം വിട് പറയും. എന്നിട്ട് ഈ മരുന്നേ തലചുറ്റലിനുള്ളതാ, ഇത് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ, ഇത് ബോഡി വീക്കാതിരിക്കാൻ, പെയിൻ കില്ലറാ, നല്ല വേദന ഉണ്ടാവും, കടിച്ചമർത്തിയാൽ മതി പറയും. അപ്പോൾ ഗൗതം പറയും, ഓ അത് ശരി, നീ എന്നെ കെയർ ചെയ്യുന്ന വഴി നീ ഡോക്ടർ പഠിത്തം കൂടി നടത്തുകയാണല്ലേ എന്ന് പറയും. അപ്പോൾ നന്ദ പറയും, പിന്നെ അത് വേണ്ടേ, ഒരു ഡോക്ടറാവാൻ പഠിക്കുക അത്ര സിമ്പിളായ കാര്യമൊന്നുമല്ല പറയും. അപ്പോൾ ഗൗതം പറയും, ഞാൻ പഠിച്ച IPS പിന്നെ എന്താ ചോദിക്കും. IPS ട്രെയിനിങ് ഒന്നും ചെയ്ത് നോക്ക്, നീ ചക്രശ്വാസം വലിക്കും എന്നൊക്കെ പറയും. അപ്പോൾ നന്ദ പറയും, എന്തായാലും നിങ്ങൾ ശവമൊന്നും കീറി മുറിക്കുന്നില്ലല്ലോ പറയും. അപ്പോൾ ഗൗതം പറയും, നിങ്ങൾ കീറി മുറിക്കല്ലേ ശവത്തെ പോലും, ഞങ്ങളെ തന്നെ കീറി മുറിച്ചിടുകയാണ് പറയും. അപ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വരുന്നത്. എങ്ങനെയുണ്ട് ഗൗതം പറയും. അപ്പോൾ പറഞ്ഞു, ആ ബെറ്റർ സാർ പറയും. അളകനന്ദ എങ്ങനെയുണ്ട് ചോദിക്കും. അപ്പോൾ ഗൗതം ചോദിക്കും, ഡോക്ടർക്ക് നന്ദയെ അറിയുമോ ചോദിക്കും. അപ്പോൾ ഡോക്ടർ പറയും, പിന്നെ ഞാനല്ലേ നന്ദയെ ഇങ്ങോട്ട് കടത്തി വിട്ടത് എന്നൊക്കെ പറയും. എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഇപ്പം എല്ലാതും പെർഫെക്റ്റാണ്, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്, നാളെയോ മറ്റന്നാളോ ഡിസ്ചാർജ് ആവാൻ പറയും. അപ്പോൾ വീട്ടിൽ റെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം പറയട്ടോ. ഓ അത് നിന്നോട് പറയണ്ടല്ലോ, നന്ദയോട് പറയട്ടെ പറഞ്ഞിട്ട് നന്ദയോട് പറയും, ഇനി അങ്ങോട്ട് വേണ്ടതേ ഒരു ഭാര്യയുടെ കൃത്യമായ കെയറിങ് ആണ്. രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കും അതൊക്കെ പറയുമ്പോൾ. എന്നിട്ട് പറയും, ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ശരീരത്തിൽ ചൂടുവെള്ളം പിടിക്കണം എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയും. എന്നിട്ട് ഡോക്ടർ പറയും, എന്തായാലും ഒരു പോലീസ് ഓഫീസർക്ക് എത്ര കെയറിങ് മസ്റ്റ് ആണെന്ന് ഞാൻ വേണ്ടല്ലോ നന്ദ, സോ ബി കെയർഫുൾ എന്നൊക്കെ പറയും. എന്നിട്ട് ഡോക്ടർ പോവും. അപ്പം നന്ദയോട് ഗൗതം പറയും, നന്ദ ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ, വീട്ടിൽ അരികിൽ തന്നെ നീ ഉണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ വേസ്റ്റായി പോകുമെന്ന്. അപ്പോൾ നന്ദ പറയും, ഞാൻ ഇന്നീവരത്തിലേക്ക് വരില്ല, ഞാൻ വാടക വീട്ടിലേക്ക് പോവും. ആര് തരും കെയറിങ് എന്ന് ചോദിക്കും ഗൗതം. അപ്പോൾ നന്ദ പറയും, ഓ അതിനവിടെ പിങ്കി ഇല്ലേ, പിങ്കി തരും പറയും. അപ്പോൾ ഗൗതം പറയും, മതി, നിനക്ക് സമ്മതമാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ നന്ദയ്ക്ക് ദേഷ്യം വരും. അപ്പോൾ ഗൗതം പറയും, എനിക്ക് താല്പര്യം അതാണ്, ഇപ്പോൾ തന്നെ പിങ്കിയെ വിളിച്ചു പറയാൻ പറയും. അപ്പോൾ നന്ദ പറയും, ആ സാറിൻ്റെയും പിങ്കിയുടെയും ആ പൂതി നടക്കില്ല, ഞാൻ ഇന്നീവരത്തിലേക്ക് വരികയുമില്ല, എന്നാൽ ഫുൾ ടൈം കെയർ ചെയ്യുകയും ചെയ്യും, അതിനുള്ള മാർഗ്ഗേ എനിക്കറിയാമെന്ന് പറയും. എന്നിട്ട് ഗൗതത്തിനെ ഇങ്ങനെ നോക്കും. പിന്നെ കാണിക്കുന്നത് ഇന്നീവരത്തിലെ പിങ്കി ഇങ്ങനെ ദേഷ്യം കൊണ്ടിങ്ങനെ നിൽക്കാവും, എന്നിട്ടിങ്ങനെ ആലോചിക്കാവും ഗൗതം ഇങ്ങനെ അവിടുന്ന് പൊക്കോളാൻ പറയുന്നതൊക്കെ. അപ്പോൾ ദേഷ്യം കൊണ്ടിങ്ങനെ കരിത്തുള്ളി ഇരിക്കുമ്പോഴാവും മോഹിനിയും പവിത്രയും അങ്ങോട്ട് വരിക്കുന്നത്. എന്നിട്ട് മോഹിനിക്ക്, മോളെ അത് വിട്ടുകളാ, ഒരു കണക്കിന് അവൾ തന്നെ അവിടെ നിന്നത് കാര്യമായി. ഈ ആശുപത്രിയിലൊക്കെ നഴ്സുമാർ ചെയ്യേണ്ട ജോലി നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങനെ ചെയ്യേണ്ടത്, ഒരു കണക്കിന് നീ അവിടുന്ന് രക്ഷപ്പെട്ടതാ പറയും. അപ്പോൾ പവിത്ര പറയും, ആ പണ്ട് അരുണേട്ടൻ ഹോസ്പിറ്റലാകുമ്പോഴേ ഞാനാണ് ആ ഹോസ്പിറ്റലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയത്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് മോഹിനി പറയും, നമ്മൾ ഇനി നോക്കേണ്ടതേ ആശുപത്രിയിലുള്ള അവരുടെ സംഗമം അവിടെ വെച്ച് തന്നെ അവസാനിക്കുന്നതാ. അതിന് ഈ വീടിൻ്റെ പടി കയറാൻ അവളെ അനുവദിക്കരുത്. മോൾക്കറിയാലോ, അരുണും ഗൗതവുമായി നല്ല ബന്ധമാണെന്നുള്ളത്. വെറും ഒരു സഹോദര ബന്ധം മാത്രമല്ല, അരുണ് എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കും. ചില കാര്യങ്ങളിൽ അരുണ് പറയുന്നത് അവന് അച്ചട്ട്. മോള് അരുണിനെ കയ്യിലെടുക്കണം, എന്നിട്ട് നന്ദയുടെ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ നന്ദയ്ക്കെതിരാക്കണം. മോളെക്കൊണ്ട് അതിന് പറ്റും എന്നൊക്കെ
മോഹിനി ഇങ്ങനെ പറയും. അപ്പോൾ പവിത്ര പറയും, ഞങ്ങൾ പറഞ്ഞാലേ അരുണേട്ടൻ പുല്ല് വില പോലും തരില്ല എന്നൊക്കെ പറയും. എന്നിട്ട് നന്ദയോട് മോഹിനി പറയും, മോളൊന്ന് ആത്മാർത്ഥമായി ആലോചിക്കുക എന്നൊക്കെ പറയും. നന്ദയെയും ഗൗതമിനെയും അകറ്റാൻ ഏറ്റവും നല്ല ആയുധം അരുണ് തന്നെയാണെന്ന് പറയും. അപ്പോൾ പിങ്കി ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് മൂളും. എന്നിട്ട് പിങ്കി ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, എന്താ ഇനി വേണ്ടതെന്ന്. അപ്പോൾ പവിത്രയും മോഹിനിയും അപ്പുറത്തേക്ക് പോയിട്ട് അവളെ ഇങ്ങനെ തിരിച്ചിങ്ങനെ നോക്കും, അവളുടെ മനസ്സിൽ വിഷം കയറ്റി വെച്ച ഒരു സന്തോഷത്തിൽ. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ നന്ദ ഗൗതത്തിൻ്റെ നഖം വെട്ടുമായിരുന്നു. അപ്പോൾ ഗൗതം ഇങ്ങനെ ഹാ പറയും. അപ്പോൾ നന്ദ പറയും, ഇളക്കല്ലേ കാല് മുറിയുമോ എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, നീ എന്നെ മുറിവേൽക്കുന്നുണ്ടല്ലോ നിൻ്റെ പിടിവാശിക്കുള്ള മാരകായുധം കൊണ്ട് പറയും. നീ എന്നെ ഡിസ്ചാർജ് ചെയ്ത് നീ പറന്നു പോവില്ലേ നിൻ്റെ ആ വാടകക്കൂട്ടിലേക്ക് പറയും. അപ്പോൾ നന്ദ പറയും, ഞാൻ തനിച്ചല്ലല്ലോ പറക്കുന്നത്, ഗൗതം സാറിനെയും കൊണ്ടല്ലേ എൻ്റെ കൊക്കിലൊതുക്കിയിട്ടല്ലേ പറയും. എന്നിട്ട് നന്ദ പറയും, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഗൗതം സാറിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും പറയും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അരുണ് വരുന്നത്. അരുൺ അവിടെ നിൽക്കുന്നു. എന്നിട്ട് പറയും, നമ്മുടേതായ ഒരു ലോകം, നമുക്കവിടെ ലക്ഷ്മിയമ്മയും കൂട്ടാം. ഇനിയുള്ള കാലം വല്യമ്മയുടെ ആട്ടും കേട്ടിട്ട് ജീവിക്കാനൊന്നും അമ്മയും സുഖമായി ജീവിക്കട്ടെ എന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ട് ഗൗതം ഇങ്ങനെ ആലോചിച്ചിരിക്കാവും. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നു. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക്